എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ വ്യക്തിയെ ആകർഷിക്കാൻ കഴിയുമോ? അവരെ ചിന്തിച്ച് 2 പ്രാവശ്യം ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഉള്ളൊരു സന്ദേശം ഇതിലുണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്ത വീഡിയോ ആദ്യത്തെ എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത്. എന്ന ഫയൽ തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് ആ വ്യക്തിയെ ആകർഷിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നിങ്ങൾക്കും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരുതരം ചിന്താഗതികൾ ആ വ്യക്തിയിലെ സ്നേഹത്തെ നിങ്ങൾക്ക് ലഭിക്കാതെയാകുന്നു. ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അത് ശരിയായിരിക്കാം, പക്ഷേ ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്ത എല്ലാത്തിനും മീതെയായി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു. അത് പതുക്കെ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്നൊരു രീതിയിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പിറകെ സ്നേഹത്തിനായി പോകും തോറും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെയായി വരികയാണ്. ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാതെയായി വരികയാണ്. സത്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്വല്പം ഒന്ന് മാറി നിന്ന് സ്നേഹിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങും. കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഇല്ലാതെ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല, നിങ്ങൾ മറന്നു പോകുന്നു. അങ്ങനെ നിങ്ങളെപ്പോഴും ആ വ്യക്തിക്ക് പുറകെ നടക്കുമ്പോൾ, ഒന്നിനു പുറകെ ആയി ആ വ്യക്തിയോട് നിങ്ങൾ സ്നേഹം യാചിച്ചു പോകുമ്പോൾ ആ വ്യക്തി വിചാരിക്കുകയാണ്, ഞാനൊരിക്കലും ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകണ്ട, എപ്പോഴും ഒരടിമയെപ്പോലെ എൻ്റെ അടുത്തേക്ക് ഈ വ്യക്തി എത്തും. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നു. അത് നിങ്ങൾക്ക് മനസ്സിന് വിഷമവും സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇനി മുതൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് മനഃപൂർവ്വം പോകാതിരിക്കുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾ അത്തരത്തിൽ ആ വ്യക്തിയുടെ അരികിലേക്ക് പോകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിൽ യാചിച്ചു നിൽക്കുന്ന ദിനങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. നിങ്ങൾക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ആയിട്ട് രണ്ടാമത്തെ പൈലായ എന്ന അക്ഷരം പൈലായി സ്വീകരിച്ച റീഡിങ്ങാണ് പോകുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം നൽകുന്നുണ്ട്, പക്ഷെ അതിനൊരു ഫലവുമില്ല. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നില്ല. ആ വ്യക്തിക്ക് മറ്റ് ചില ചിന്തകളാണ്. നിങ്ങളെ മൂല്യമുള്ളൊരു വ്യക്തിയായിട്ട് പോലും ആ വ്യക്തി കാണുന്നില്ല. ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കുന്നില്ല. നിങ്ങളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയും ഒരുപാട് സാമ്പത്തികവും മറ്റുമായ സഹായങ്ങളൊക്കെ ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകുന്നില്ല. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്നേഹം അതിന് മൂല്യം കൽപ്പിക്കാത്ത ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ അവസാനിപ്പിക്കേണ്ട. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന സഹായങ്ങൾ മറ്റും ആ വ്യക്തിക്ക് തുടർന്ന് നൽകാതിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന നിങ്ങളുടെ സമീപനങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ അത് മറ്റൊരിടത്തു നിന്നും കിട്ടാതിരിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും നിങ്ങളെപ്പോലെ സഹായിക്കുന്നവരാണ്, എല്ലാവരും നിങ്ങളെപ്പോലെ ഇത്ര ധനസഹായമോ അല്ലെങ്കിൽ മറ്റുള്ള സഹായമോ കരുണയുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മറ്റെവിടെയെങ്കിലും സഹായം ചോദിച്ച് പോകേണ്ടി വരുന്നില്ല. അങ്ങനെ നിങ്ങൾ സഹായങ്ങൾ വാരിക്കോരി ആവശ്യപ്പെടാതെ നൽകുന്ന ആ പ്രവണത ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി
നിങ്ങളെ ശ്രദ്ധിക്കും. എല്ലാം ഒന്നിനു പുറകെ ഒന്നായി നിങ്ങൾ നൽകിയപ്പോൾ, എല്ലാ സൗകര്യങ്ങളും നൽകിയപ്പോൾ ജീവിതത്തിൻ്റെ വിലയും മൂല്യവും ആ വ്യക്തി മനസ്സിലാക്കാതിരിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ചെല്ലാം എപ്പോഴും നിങ്ങൾ നൽകുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും നേടിയെടുക്കുന്നതിന്, ഇതൊന്നും ലഭിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ്. അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കുക. നിങ്ങൾ അമിതമായ സ്വാതന്ത്ര്യവും അമിതമായ സഹായവും ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം ചെയ്യുക സഹായങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കും. എന്തുകൊണ്ട് നിങ്ങൾ നയം മാറ്റി എന്നുള്ള ചിന്ത ആ വ്യക്തിയിൽ വരും. അപ്പോഴായിരിക്കും ആ വ്യക്തി നിങ്ങളോട് കാണിച്ചുകൊണ്ടിരുന്ന നന്ദികേടിൻ്റെ അളവ് ആ വ്യക്തിക്ക് സ്വയം ബോധ്യമാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് പരീക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ സഹായിക്കേണ്ടെന്നല്ല, നിങ്ങളുടെ സഹായങ്ങൾക്ക് ഒരു വിലയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.